ചെയ്യാൻ വന്നപ്പോ എന്താ വെച്ചാല് ഇവിടെ ഈ ബോക്സുകളൊക്കെ ചൂടായിരുന്നു. ഇവിടെ ഇങ്ങനെ അട്ടി വെച്ചിട്ട് ഇപ്പൊ ഫുഡ് ഐറ്റംസ് അല്ലേ, ഫുഡ് ഐറ്റംസ് പറഞ്ഞാൽ ഒരു പരിധിയിലപ്പുറം ചൂടത്തിരുന്നാല് ഇതെല്ലാം കേടായി. അത് മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ സംഭവം ഉണ്ടായി. ഈ കേസുകളുണ്ടല്ലോ, ഈ കാർട്ടുണ്ടല്ലോ, ഈ കാർട്ടൺ ചൂട് വെച്ചിട്ട് ഇവിടെ വളഞ്ഞു പോകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കേസുകൾ ഇങ്ങനെ എന്തായി തുടങ്ങി. പിന്നെന്താ പറയാ, ഈ എക്സോസ്റ്റിനും കൂടി ഞങ്ങൾക്ക് ചൂട് ഇങ്ങോട്ട് താഴേക്ക് ആ ഹോൾ ഉണ്ടല്ലോ, ചൂട് ഇവിടെ നിൽക്കാൻ പറ്റിയതില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടുണ്ട്. അപ്പൊ ഇത് അരിയേട്ടനാണ്. അരിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറിന്റെ സ്റ്റോർ കീപ്പറാണ് അല്ലേ അരിയേട്ട? അരിയേട്ട എത്ര വർഷമായി ഈ കമ്പനിയിൽ? 18 വർഷമായി. എങ്ങനെ ഉണ്ടായിരുന്നു ഇത് കോട്ടിങ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ? മുന്നേ പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു, നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് അഫ്റ്ററിന്റെ മുകളിലാവുമ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ അല്ലേ. ഇപ്പൊ ഇത് അടിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. നല്ല ഫീൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല, നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കും ചൂടായിരുന്നു അല്ലേ? അത്രയും ബുദ്ധിമുട്ടി നിൽക്കായിരുന്നു അല്ലേ? അപ്പൊ ഓക്കെയാണ്, ഇപ്പൊ ഹാപ്പിയാണ്. എന്തായിരുന്നു അവസ്ഥ? ആദ്യം ഇവിടെ ഫാൻ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോ ഫാൻ ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന മഞ്ചേരി മുള്ളമ്പാറയിലാണ്. ഇവിടെ വരാൻ കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഈ വെയർ ഹൗസ് ഒരു 20 ദിവസം മുന്നേ ഹീറ്റ് ഷീൽഡ് കോട്ടിങ് ചെയ്തതാണ്. അതായത് ചൂട് കുറക്കാൻ വേണ്ടി. جسر الحديد انقطاع من دوس رجلي مشوار